Everything I do, I give it to you, Lord. I give it to you, Lord. And do it thankfully, thankfully. Everything I have, everything I have, all you given me, all you given me. I give it to you, Lord. I give it to you, Lord. And do it thankfully, thankfully. Every song I sing, every praise I bring, everything I do, it's a gift to you. It's a gift to you. It's a gift to you. Thank you, ma'am. Thank you, all of you. Okay, very good morning to all. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ലൈക്ക് തോട്ട് ഫോർ ദ ഡേ, സൈൻ ഇൻ. Sign in ഞാനാണ് ma'am. Good morning everyone. I am Rachel. You are all welcome to our today's class. I am so happy today see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite dear Jisha ma'am to conduct today's class. Also invite Nasila today's thought. Thank you. Hello, good morning, ma'am. Good morning, all of you. My name is Nabila. Today's thought: education is the foundation upon which dreams are built. സ്വപ്നങ്ങൾ നിർമ്മിച്ച അടിത്തറയാണ് വിദ്യാഭ്യാസം. Thank you. ഓക്കെ, കുറെ നാളായിട്ട് നിങ്ങളെ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്കുണ്ടോ എനിക്കറിയില്ല. കുറച്ചായി മാം രണ്ടാം ക്ലാസ്സിലുണ്ടായില്ലല്ലോ. അതെ, ലീവായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയായിരുന്നു പറ്റിപ്പോയത്. എന്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ പറ്റിയ ഹെൽത്ത് ഇഷ്യൂസ് ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും സെൽഫ് ലവ് എന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. സെൽഫ് ലവ് ഡസൻ മീൻ ദാറ്റ് സെൽഫിഷ്നെസ്. സെൽഫ് ലവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം പ്രയോറിറ്റിയാണ്. നമ്മളുടെ ഹെൽത്തിനും നമ്മളുടെ ഏജിനും അനുസരിച്ചുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ലേ. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെല്ലാം, കുട്ടികളും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കെല്ലാം നമ്മൾ നല്ല കരുതലോടുകൂടി ഭക്ഷണം എല്ലാം വെച്ചു കൊടുക്കും. അവർ സമയത്ത് കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ അവർ സമയത്ത് മെഡിസിൻ എടുക്കുന്നുണ്ടോ, കുട്ടികൾ കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവരുടെ ഹൈജീൻ നമ്മൾ നോക്കും. അവര് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ നല്ല ക്ലീൻ വാട്ടർ അവർക്ക് കരുതി കൊടുത്തുവിടും. അങ്ങനെ ഭയങ്കര കരുതലാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു അസ്, നമ്മളിതൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കറക്റ്റ് ടൈമിൽ ഉറക്കം, കറക്റ്റ് ടൈമിൽ ഭക്ഷണം, ഇതൊന്നും പറ്റാതെ വരും. എനിക്ക് സംഭവിച്ചത്, ഞാനൊരു കിഡ്നി സ്റ്റോണിന്റെ പെയിനിൽ അങ്ങ് പെട്ടുപോയി. ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചു എന്ന് തന്നെ പറയാം. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്തത്. ഈവൻ നമ്മളുടെ ഡെലിവറി പെയിൻ അതിനേക്കാൾ പെയിൻ ആണ്. ബട്ട് ഔട്ട്പുട്ട് എന്താ? ഹാപ്പിനെസ് അല്ലേ, മോസ്റ്റ്ലി. ബട്ട് ഇവിടെ ഔട്ട്പുട്ട് ഹാപ്പിനെസ് ഒന്നുമല്ല. അത്രയും നമ്മൾ വിഷമിച്ചു പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. പലർക്കും ചിലപ്പോ അറിയുന്നവരുണ്ടാവും ആ ഒരു പെയിൻ. ഞാൻ ആക്ച്വലി ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഫ്ലാസ്കില് നല്ല വെള്ളം കൊണ്ട് ഈ സൈഡിൽ വെക്കും. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഗ്ലാസ് ഇങ്ങനെ എടുത്ത് കുടിക്കാൻ എനിക്കൊരു മടി, എന്തോ ഇത്. അപ്പൊ ആ വെള്ളം ചിലപ്പോ രാത്രി വരെ അങ്ങനെ തന്നെ ഇരിക്കും. അത് ഇൻടേക്ക് ചെയ്യുന്നതിലെ പ്രശ്നമായിരുന്നിരിക്കാം. അപ്പൊ അങ്ങനെ അന്നൊരു പെയിൻ കില്ലറൊക്കെ ഇഞ്ചക്ഷൻ 2 തവണയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ശരിയായത്. അപ്പൊ അൾട്രാസൗണ്ടിലൊരു 4 mm സൈസിലൊരു കല്ലുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഡോക്ടർ പറഞ്ഞത്, കല്ലെന്ന് പറയുമ്പോ സോളിഡ് ആണല്ലോ, 3 ഡയമെൻഷൻസ് ഇല്ലേ, നീളം, വീതി. ഇപ്പൊ ഓക്കെ ആണ്. പക്ഷെ അതിന്റെ അന്ന് ആ പെയിൻ വന്നതിന്റെ 23-ാം തീയതി ആയിരുന്നു കേട്ടോ അത്. ആ പെയിന്റെ ഒരു ക്ഷീണം എനിക്കിപ്പോഴും, ആ ഒരു സ്ട്രെയിൻ, ആ ഒരു പെയിൻ വന്ന ഭാഗത്തുണ്ട്. ഇപ്പൊ നമ്മൾ അതിനെ പറ്റി കോൺഷ്യസ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഡോക്ടർ എന്നോട് CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഫുൾ
ഡയമെൻഷൻ മനസ്സിലാകുന്നത്. സോളിഡ് അല്ലേ, നീളം അറിയാൻ പറ്റും, വീതി അറിയാൻ പറ്റും, അതിന്റെ ഹൈറ്റ്, അങ്ങനെ എല്ലാ ഡയമെൻഷനും അറിയാൻ പറ്റുന്നത്. അപ്പോ ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ മെഡിസിൻസ് എല്ലാം കഴിഞ്ഞിട്ടാണ് CT സ്കാൻ ചെയ്യുന്നത്. ആന്റിബയോട്ടിക്സ് കഴിഞ്ഞിട്ടാണ് CT സ്കാൻ ചെയ്യുന്നത്. ബട്ട് ഈ CT സ്കാനിൽ എനിക്ക് പെയിൻ ഉണ്ടാക്കിയ സ്റ്റോൺ അത് പോയി, യൂറിന്റെ ഒപ്പം അത് പോയി. കുറെ വെള്ളം കുടിച്ച മെഡിസിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ യൂറിന്റെ ഒപ്പം അതങ്ങ് പോയി. ബട്ട് വേറെ 2-3 സ്റ്റോൺസ് ഉണ്ട്, ലെഫ്റ്റ് കിഡ്നിയിലും റൈറ്റ് കിഡ്നിയിലും ഉണ്ട്. അതിങ്ങനെ അനങ്ങാണ്ടിരിക്കുവോ. ലെഫ്റ്റിൽ ഇനിയുള്ളത് ചെറുതാണ്, റൈറ്റിലുള്ളത് 6 mm ഉണ്ട്. 6 mm നീളമാണ്, 6 mm വീതി 3 mm ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ കിഡ്നിയിൽ നിന്ന് നമ്മുടെ യൂറിൻ ബ്ലാഡറിലേക്ക് പോകുന്ന ട്യൂബ് ഉണ്ടല്ലോ, യൂറിൻ പോകുന്ന ട്യൂബിന് 4 mm വീതിയേ ഉള്ളൂ. ഈ സ്റ്റോണിന്റെ സൈസ് അതിൽ ഇത്തിരി കൂടുമ്പോഴാണ്, അതിങ്ങനെ പോകാനായിട്ട് അവിടെ വന്ന് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിൻ വരുന്നത്. അപ്പൊ അതാണ് ഈ പെയിൻ വരാൻ കാരണം. 3 mm ആ ഒരു വീതിക്ക് പോവുകയാണെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് സ്റ്റോൺ പോവും, നീളത്തിൽ അത് നിൽക്കുമ്പോൾ എനിക്ക് പെയിൻ ആവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റൈറ്റ് സൈഡിൽ എനിക്ക് പെയിൻ ഒന്നുമില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഞാൻ പെയിൻ വന്നാൽ ഞാൻ പെട്ടെന്നൊക്കെയല്ലേ പെയിൻ വരുന്നത്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അടുത്ത ക്ലിനിക്കിൽ പോയി പെയിനുള്ള ഇഞ്ചക്ഷൻ വെക്കാന്നേ ഉള്ളൂ, നല്ലപോലെ വെള്ളം കുടിക്കുക, പിന്നെ എനിക്ക് ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ച് കൺട്രോൾ പറഞ്ഞിട്ടുണ്ട്, കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പാടില്ലാത്തതൊന്നും നമ്മൾ ലിസ്റ്റ് തന്നിട്ടുണ്ടേ. അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഫോളോ ചെയ്യാൻ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട 3 സാധനങ്ങൾ കഴിക്കാൻ പാടില്ല, അതേ ഉള്ളൊരു കുഞ്ഞു വിഷം. പിന്നെ ഓർത്തു ഇങ്ങനെ ഒരു കാര്യത്തിനല്ലേ, ടൊമാറ്റോ, ബ്രിഞ്ചൽ, എഗ്, ഈ 3 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് 3 എനിക്ക് കഴിക്കാൻ പാടില്ല. അങ്ങനെ ബാക്കി കോളിഫ്ലവർ, ചിക്കൻ, മീൻ അതൊന്നും എനിക്ക് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കോഫി പ്രശ്നവുമില്ല. പിന്നെ ഫ്രൂട്ട്സും, ചില ഫ്രൂട്ട്സും അതിന്റെ ജ്യൂസസും, പിന്നെ കാഷ്യൂനട്ട് കഴിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് ബദാം കഴിക്കാം, പൈനാപ്പിൾ കഴിക്കാം. പിന്നെ ചോക്ലേറ്റ് ഡ്രിങ്ക്സ്, അതായത് ഷേക്ക് പോലുള്ളത്, അതും എനിക്ക് വലിയ പ്രശ്നമുള്ളത്, എന്നെ ബാധിക്കില്ല, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ക്ഷീണം വന്നപ്പോഴേ നമ്മുടെ മൊത്തം ഷെഡ്യൂളൊക്കെ അങ്ങ് തെറ്റി, ആകെ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മഴക്കാലം ആണെങ്കിൽ, ഈ മഴക്കാലത്ത് ഇത് വലിയ അനങ്ങില്ല ഈ കല്ലെന്ന്. നമ്മൾ ഡ്രൈനസ് വരുമ്പോഴാണ് ഇതിങ്ങനെ പെയിൻ ഉണ്ടാക്കുന്നതാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു മെഡിക്കേഷനിൽ ഇങ്ങനെ പോവുകയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് 2-3 ദിവസം ഭയങ്കര ക്ഷീണമായിരുന്നു, മീൻസ് ഭയങ്കര അങ്ങ് ടയർഡായി പോയി, ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാത്ത പോലത്തെ ഭയങ്കര ടയർഡ്നെസ്. ഞാൻ ഓക്കെയാണ്. അതാണൊരു 10 year അപ്പൊ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരും ഓരോരോ ടിപ്സ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ. ചിലതൊക്കെ ശരിയാണ്, നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്, കരിക്കിൻ വെള്ളം അങ്ങനെയുള്ള സാധനമൊക്കെ അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ അതിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ, സോ നമ്മൾ എവിടം വരെയല്ലേ ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ എവിടെയാണ് നിങ്ങൾക്ക് നിൽക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസിലെ എൻഡ്യൂറൻസ് വരെ തുടങ്ങി വെച്ചിരിക്കുന്നു. Contents of physical fitness. ടീച്ചേഴ്സ് ആരെങ്കിലും അസൈൻമെന്റ് ഒക്കെ തന്നു? തന്നു. 2 അസൈൻമെന്റുകൾ ഇട്ടിട്ടില്ലല്ലോ. ഇട്ടിട്ടില്ല അല്ലെ? ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കുറെ. നിങ്ങളുടെ ബാച്ചിൽ നിന്നാണ് തോന്നുന്നൊരു സംശയം വന്നത്. സാർ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ജയദേവ് സാർ. ആ ഒരു ഡൗട്ട് എന്തായിരുന്നു? അസൈൻമെന്റ് ഞാൻ ഒറ്റ അസൈൻമെന്റ് തന്നിട്ടില്ല എന്നാണോ? ഒരു അസൈൻമെന്റ് തന്നു, പക്ഷെ ക്ലാസ് റൂമിൽ അതിന്റെ ഇത് ഇട്ടിട്ടില്ല, ടോപ്പിക് ഇട്ടിട്ടില്ല. അല്ല, ക്ലാസ് റൂമിൽ ഏതെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും തന്നിട്ടില്ല. ക്ലാസ്സിൽ ഒരു അസൈൻമെന്റിനെ കുറിച്ച് പറഞ്ഞു, ക്ലാസ് റൂമിൽ തന്നത് വേറൊരു അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു കുട്ടി. അപ്പൊ നിങ്ങളുടെ ബാച്ച് അല്ലാതെ contents of physical fitness. Okay. നമ്മൾ ഇപ്പോഴും യൂണിറ്റ് 1 നിൽക്കുവാണല്ലേ? ഓക്കെ. അസൈൻമെന്റ് ടീച്ചേഴ്സ് ഇപ്പൊ മിക്ക ടീച്ചേഴ്സ് എല്ലാരും തന്നെ തരുന്ന അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അസൈൻമെന്റ് എന്തിനാണ് നിങ്ങൾക്ക് തോന്നുന്നത്? മിസ്സേ, അത് അസൈൻമെന്റിന്റെ മാർക്ക് നമ്മുടെ മെയിൻ ഇതിലോട്ട് ആഡ് ചെയ്യോ? എങ്ങനെയാണ് അത്? അങ്ങനെയാണോ കൂട്ടിച്ചേർക്കണം? മാർക്കാണോ?
ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യത്തെ ക്ലാസ് തുടങ്ങിയിട്ട് അധികം ആവാത്തതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അസൈൻമെന്റ് നിങ്ങൾക്ക് വാല്യൂ ചെയ്യും. വാല്യൂ ചെയ്യുന്ന വാല്യൂയിങ് ടീം ഉണ്ട്. അവർക്ക് ഞങ്ങൾ ഏത് ടീച്ചറാണോ അസൈൻമെന്റ് കൊടുക്കുന്നത് അസൈൻമെന്റ് ഡീറ്റെയിൽസും എന്താണ് അതിൽ ആ കുട്ടികൾ പ്രസന്റ് ചെയ്യണേന്നുള്ളതിന്റെ ഒരു ബ്രീഫിംഗ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് അവർ വാല്യൂ ചെയ്യുന്നത്. അപ്പൊ അതിന് കിട്ടുന്ന മാർക്കിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ടെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എപ്പോഴും എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ മാർക്ക് നമുക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി ആണ്. അല്ലാതെ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു പരീക്ഷയ്ക്ക് മാർക്ക് ഒരു പ്രയോറിറ്റി തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു കോഴ്സ്, ഈ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് നടത്തുമ്പോൾ ചില ക്രൈറ്റീരിയകൾ വെക്കും അല്ലെ. സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം, മാർക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. അത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യണം അല്ലെ. വെറുതെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും എന്തായാലും തരില്ല. നമ്മളുടെ എഫേർട്ട്, നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് അതിന് അനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതിന്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കോപ്പിയാണ് ഈ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരു കോഴ്സിനേക്കാളും മോണ്ടിസോറിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാർക്കിന് വേണ്ടിയിട്ടല്ല അസൈൻമെന്റ് എഴുതുന്നത്. അതായത് മോണ്ടിസോറി മെത്തേഡില് നോ മാർക്സ്, നോ ഗ്രേഡ്, നോ പോയിന്റ്, നോ റിവാർഡ്, നോ പണിഷ്മെന്റ്. അങ്ങനെയാണ് മോണ്ടിസോറി മെത്തേഡ്. ഈവൻ 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളിലാണ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അവരിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ കോഴ്സ് ചെയ്യുന്ന നമ്മളും അത് തന്നെയാണ്, നമ്മളുടെയും മെത്തേഡ് അത് തന്നെയാണ്. നോ മാർക്സ്, നോ ഗ്രേഡ്സ്. പക്ഷെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് തരുമ്പോൾ അതിനൊരു ക്രൈറ്റീരിയ വേണം. അതാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ അസൈൻമെന്റ് തരുന്നത് അങ്ങനെ മാർക്കിന് വേണ്ടിയിട്ടല്ല. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ, ഞാൻ സാധാരണ എല്ലാ ബാച്ചിനും കൊടുക്കുന്ന ഒരു അസൈൻമെന്റ് ആണ് റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ് ഈസ് ഇൻ യുവർ ഹാൻഡ്. ഇഫ് എനിവൺ സേസ് എനിത്തിങ് and you feel very down and sad, then the remote control of your happiness is in their hand. അതിനെ പറ്റി നിങ്ങളുടെ വ്യൂസ് എഴുതുക. അതായത് നമ്മുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നമ്മളത് വേറൊരാളുടെ കയ്യിൽ, വേറൊരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടിട്ട് നമ്മൾ ഫുൾ ടൈം ഡിപ്രഷനിലേക്ക് പോവുകയാണ്, ഡൗൺ ആവുകയാണ്, കരയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഹാപ്പിനെസ് തീരുമാനിക്കുന്നത് അയാളാണെന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വ്യൂസ് എഴുതുക എന്നുള്ളതാണ്. ഇത് ശരിക്കും മാർക്കിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? നമ്മൾ ചിന്തിക്കും അല്ലെ. ഇപ്പൊ ചിലര് പറയും, ഓ ശരിയാണല്ലോ, ഇന്നലെ വരെ എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ വേറെ പലരുടെ കയ്യിലായിരുന്നു. എനിക്ക് പ്രോബ്ലം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും തോന്നും ഇനി ഞാനത് സമ്മതിക്കില്ല, ഇനി എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിലായിരിക്കും. ചിലർക്ക് ചിലപ്പോ പല ഇൻസിഡൻസും റിലേറ്റ് ചെയ്യാനുണ്ടായിരിക്കും അല്ലെ. ശരിയാണല്ലോ, എനിക്ക് അന്ന് അങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ എത്ര കരഞ്ഞു, ഞാൻ എത്ര ദിവസം ഡൗൺ ആയിരുന്നു, അതുകൊണ്ട് നഷ്ടപ്പെട്ടത് എനിക്കാണ്. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. സോ ഞാൻ ഇനി എങ്ങനെയാവണം? അതുപോലെ തന്നെ നമ്മളും ഇതുപോലെ തന്നെ വേറൊരാളുടെ ഹാപ്പിനെസ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നൊരു ഫീല് നമുക്ക് വരുവാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അവരുടെ സന്തോഷം, അത് ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. ബട്ട് നമ്മളൊരു ഫാമിലിയിലാണ്, ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും നമുക്കിത് ശരിക്കും ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല അല്ലെ. കാരണം ഇപ്പൊ നമ്മളുടെ ഒരു സുഹൃത്തിന് ഭയങ്കര ഒരു ലോസ് വന്നു, ഭയങ്കര ഒരു നഷ്ടം ജീവിതത്തിൽ സംഭവിച്ചു, നമുക്ക് വിഷമം വരും അല്ലെ. അല്ലാതെ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല അതിന്റെ മീനിങ്. അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകും. ആരെങ്കിലും നഷ്ടപ്പെടും, ജോലി നഷ്ടപ്പെടും, സാമ്പത്തികമായി നമ്മൾ ബുദ്ധിമുട്ടും, ചിലപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ആരുടെയെങ്കിലും അസുഖങ്ങൾ കാരണം നമ്മൾക്ക് വിഷമം വരും. അതാണ്. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരാൾ കൺട്രോൾ ചെയ്യരുത് നമ്മളുടെ ഹാപ്പിനെസ്. ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. വേറൊരാൾക്ക് ഒരു വിഷമം വരുമ്പോൾ നമ്മളും അതിന്റെ അവരോട് കൂടെ ചേർന്ന് ഒന്നുമില്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്രശ്നം എനിക്കും വന്നാൽ ഞാനും ഇതുപോലുള്ളതിലൂടെ കടന്നു പോകും. അതൊക്കെ നമ്മുടെ എമ്പതിയാണ്, നമ്മളുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു നമ്മുടെ മൈൻഡ് സെറ്റാണ്, മനോഭാവമാണ് അല്ലെ. മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ നമ്മളും കൂടെ ചേർന്ന് അവരെ ആശ്വസിപ്പിക്കാന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ അങ്ങനെ ആവണം. സഹജീവികളോട് കരുണ ഉണ്ടാകണം, അവരോട് ഒരു കരുതൽ ഉണ്ടാകണം. അത് അല്ല ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയുന്നത്. പക്ഷെ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ അങ്ങ് ഡൗൺ ആയി പോകും. ആ ഒരു ബോൾഡ്നെസ് നമുക്ക് വരണം. No one is there to measure my own happiness. The reason for my happiness should be
മീ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ധൈര്യം വരണം അല്ലെ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അങ്ങ് ഡൗൺ ആയി പോകുന്ന ഒരു രീതി. അപ്പൊ നമ്മൾ ഓരോ അസൈൻമെന്റ് തരുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടീച്ചേഴ്സ് ചിലപ്പോൾ ഡയറ്റ് ചാർട്ട് തരും. അപ്പൊ നമ്മൾ ആലോചിക്കും ശരിയാണല്ലോ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ചാർട്ട് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അത് എങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആവണം. ഇത് തരുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിക്കും. ബാലൻസ്ഡ് ഡയറ്റിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം, എന്തെല്ലാം അതിനകത്ത് ചേർത്താലാണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കും എനർജി തരുന്ന ഭക്ഷണം ഏതൊക്കെയാണ്, നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ തരുന്ന ഭക്ഷണം ഏതൊക്കെയാണ്, നമുക്ക് പിന്നെ പ്രൊട്ടക്റ്റീവ് ഫുഡ്, എനർജി ഗിവിംഗ് ഫുഡ്, പിന്നെ ബോഡി ബിൽഡിങ് അല്ലെ അതും ഉണ്ട്. കാരണം നല്ലപോലെ ഫിസിക്കലി ഫിറ്റ് ആവാൻ ആൾക്കാര് അതിനനുസരിച്ച് ഇപ്പൊ ജയസൂര്യൊക്കെ ദിവസവും 7 മുട്ടയുടെ വെള്ളയാണ് കഴിക്കുന്നതൊക്കെ പറഞ്ഞ് ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിരുന്നു. അപ്പൊ അങ്ങനെ ചില ആളുകള് ബോഡി ബിൽഡിങ്ങിൽ അങ്ങനെ നോക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മളുടെ എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ഉണ്ടെങ്കിൽ, ഡയബറ്റിക്, നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും ചിലപ്പോൾ അതുണ്ടാകാം, ഡയബറ്റിക്, തൈറോയിഡ്, അങ്ങനെ ചില ക്രോണിക് ഡിസീസസ് വരുമ്പോൾ ചില ഭക്ഷണം നമ്മളിപ്പോ എനിക്ക് ഇപ്പൊ ഈ ഒരു കേസിൽ ചില ഭക്ഷണം ഒഴിവാക്കുന്നെന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ അവരുടെ ഡയറ്റ് നമ്മളിപ്പോ വീട്ടിൽ നമ്മൾ എല്ലാവരുടെയും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ട് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുണ്ട്, ചില കുട്ടികൾക്ക് ചില സാധനങ്ങൾ അലർജി ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ ഫുഡ് ഉണ്ടാക്കും, അവർക്ക് അതിനനുസരിച്ച് ഭക്ഷണം കൊടുക്കും. അപ്പൊ ഡയറ്റ് ചാർട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയും. വൈറ്റമിൻസിനെ പറ്റി നിങ്ങൾ ഒരു ചാർട്ട് ഉണ്ടാക്കുമെന്ന് മിസ് പറയുകയാണ്. നമുക്ക് 13 വൈറ്റമിൻസ് ഉണ്ട്, വാട്ടർ സോളിബിളും ഉണ്ട്, അല്ലാത്ത വൈറ്റമിൻസ് ഉണ്ട്. അപ്പം അങ്ങനെ 13 വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ ഓരോ വൈറ്റമിനും എന്താണ് പ്രത്യേകത, ആ വൈറ്റമിൻ കുറഞ്ഞു പോയാൽ നമ്മൾക്ക് എന്ത് അസുഖം വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കും. ആ വൈറ്റമിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് എന്തെല്ലാം ഫുഡ് ഫോളോ ചെയ്യാം അത് നോക്കാം. അങ്ങനെ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ അങ്ങനെ ആ വൈറ്റമിനെ പറ്റി ഒരു ചാർട്ട് എഴുതാൻ പറയുമ്പോഴേക്കും ആ 13 വൈറ്റമിൻസിനെ കുറിച്ച് എഴുതും. വൈറ്റമിൻ കെ കുറഞ്ഞു പോയാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുക, അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. വൈറ്റമിൻ സി കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും, ഇമ്മ്യൂണിറ്റി കിട്ടും. അങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ, കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വന്നാൽ അത് ബോണിനെ ബാധിക്കും. അങ്ങനെ പലതും നമ്മൾ പഠിക്കും അല്ലെ. ഫാറ്റ്സ് എത്രത്തോളം വേണം, നല്ല ഫാറ്റ് ഏത് ഫുഡിൽ നിന്ന് കിട്ടും, മിനറൽസ് ഏത് ഫുഡിൽ നിന്ന് കിട്ടും, നമ്മുടെ ഡെയിലി ഫുഡിൽ ഇതെല്ലാം എത്ര പെർസെന്റേജ് വരണം, ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് നോക്കും. പിന്നെ ചില അമ്മമാര്, ഞാൻ വൈറ്റമിൻസിന്റെ ക്ലാസ് ഫസ്റ്റ് ബാച്ചുകളിലൊക്കെ എടുത്തപ്പോൾ അവർക്കറിയാം അതിന്റെ ഡെഫിഷ്യൻസി വന്നാൽ എന്താണ്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ട്. അപ്പൊ അവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ എല്ലാവർക്കും കുഞ്ഞു ബേബീസ് ഉള്ളവരാ, മിക്കവരും ആ ഒരു ഏജിലുള്ളവരുണ്ടായിരുന്നു മെജോറിറ്റി. അവർ പറഞ്ഞത് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യില്ലേ, ഇവർ ഈ മെഡിസിൻ വാങ്ങുന്നതിന് മുമ്പ് ആ മെഡിസിന്റെ കണ്ടന്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. കണ്ടന്റ് സെർച്ച് ചെയ്തിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ് ഡോക്ടർ ആ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തതെന്നൊക്കെ ഫുൾ സ്റ്റഡി ചെയ്തിട്ടാണ് അവർ ആ മെഡിസിൻ വാങ്ങി. അതിന് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ, ആ മെഡിസിൻ വാങ്ങിയിട്ട് കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പൊ അമ്മമാരുടെ ആ ഒരു കരുതൽ നോക്കൂ. അവർക്ക് അതിനെപ്പറ്റി അറിവ് വന്നത് എന്തുകൊണ്ടാണ്, സ്വന്തം കുഞ്ഞിനൊരു അസുഖം വന്നപ്പോ ഡോക്ടർ തന്ന മെഡിസിൻ ആ കുട്ടിക്ക് നല്ലതാണോ, അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അവര് മുഴുവൻ നോക്കിയിട്ടാണ് മെഡിസിൻ വാങ്ങുന്നത്. യെസ്, ഞാൻ ചെയ്യാറുണ്ടെന്ന് ആതിര. കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെയല്ല, നമ്മുടെ വീട്ടിലെ പ്രായമായ ആരുടെയും കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ആർക്കാണെങ്കിലും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിനെ കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കാൻ പറ്റുന്ന ഒരു കോഴ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി മാർക്കല്ല, നിങ്ങൾ അത് പെർഫോം ചെയ്തിട്ടുണ്ടോ, അതായത് അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ അസൈൻമെന്റ് എഴുതുവാണെങ്കിൽ ഇവിടെ ആരും നിങ്ങളുടെ മാർക്ക് കുറയ്ക്കില്ല. അതേസമയം നമുക്ക് ഗൂഗിൾ, AI അതിനകത്ത് കിടക്കുന്ന അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അതിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് പ്രശ്നമില്ല. അതേസമയം എന്താണ് എഴുതിയതെന്ന് അറിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെ. നമ്മൾ മനസ്സിലാക്കി എഴുതുവാണെങ്കിൽ എപ്പോ ചോദിച്ചാലും അറിയാൻ പറ്റും. ഇനി അസൈൻമെന്റിന്റെ മാർക്ക് ചേർക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ ഡിവിഷൻ തന്നിട്ടുണ്ടോ? നമ്മൾ ഈ കോഴ്സിന്റെ സബ്ജക്റ്റിന്റെ ഡിവിഷൻ, അതായത് മാർക്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും തിയറിക്ക് ഇത്ര മാർക്ക്, പ്രാക്ടിക്കലിന് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു PDF തന്നിട്ടുണ്ടോ, ഷെയർ ചെയ്തിട്ടുണ്ടോ?
No, ma'am. ഇല്ല മാം. യെസ്, നമുക്ക് അങ്ങനെ ഒരു PDF ഉണ്ട്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട് ഞാൻ പറയാം. കാരണം നിങ്ങൾക്ക് സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. സിലബസിലെ മോഡ്യൂൾ 1 എന്നുള്ളത് 4 പാർട്ടായിട്ടല്ലേ ഡിവൈഡ് ചെയ്തേക്കുന്നേ. വെക്കുവാണ് അല്ലെ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 1 നമുക്ക് 8 യൂണിറ്റ്സ് ഉണ്ട്. ഈ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ് നമ്മുടെ ഇതിന്റെ ഫസ്റ്റ് സബ്ജക്ട്. ഒന്നാമത്തെ സബ്ജക്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. അതില് യൂണിറ്റ് 8 ഉണ്ട്, 1 തുടങ്ങി 8 വരെയുള്ളത്. നമ്മൾ അതിനകത്ത് ഹെൽത്തിനെ കുറിച്ച് പഠിക്കുന്നു, മനസ്സിന്റെ ആരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യം, പിന്നെ വൈറ്റമിൻസ്, പലതരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ എന്താ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ, പിന്നെ അസുഖങ്ങൾ, കുട്ടികൾക്ക് സാധാരണ വരുന്ന അസുഖങ്ങൾ, അതിന്റെ പ്രിവെൻഷൻ എന്ത് ചെയ്യും, അതിന്റെ ഇമ്മ്യൂണൈസേഷൻ. അതുപോലെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്, കുഞ്ഞുങ്ങളുള്ള മിക്ക അമ്മമാരും കയ്യിൽ ആ ഒരു ചാർട്ട് ഉണ്ടാവും. ഓരോ ഏജില് അവർക്ക് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് പോകും നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലേ. അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ടീച്ചർമാർ തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ വർഷം അപ്ഡേറ്റഡ് ആകുന്നുണ്ടല്ലേ, വ്യത്യാസങ്ങൾ കുറെ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ മാർക്കിനേക്കാൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മുടെ അവയർനെസ്സിനെ കൂടുതൽ വൈഡ് ആക്കും അല്ലെ. നിങ്ങൾ നോക്കുമ്പോ അതിനെപ്പറ്റി നമ്മുടെ ഈ പറയുന്ന ടെക്സ്റ്റിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഡയറ്റ് ചാർട്ട് പഠിക്കണമെന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. വൈറ്റമിൻസിനെ കുറിച്ച് ചെറിയൊരു നോട്ട്സേ ഉള്ളൂ, പക്ഷെ അതിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു നീഡാണ്. നമ്മളത് അറിഞ്ഞിരുന്നാൽ നമ്മൾക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും അതിന്റെ ഒരു ബെനിഫിറ്റ്, ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒന്നാമത്തെ സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ, അതിന്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എക്സാം വരുമ്പോ തംസപ്പ് ഒക്കെ താഴേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ എക്സാം വരുമ്പോഴേക്കും ഓരോ സബ്ജക്റ്റിനും 100 മാർക്കാണ്. അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റില് സബ്ജക്ട് വൈസ് ഇതിങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. 100 മാർക്കാണ് ഓരോ സബ്ജക്റ്റും. എക്സാമിന് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. MCQ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ മോക്ക് ടെസ്റ്റ് വേറെ പല ലെസൺസിന്റെയും കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻസ് തരും, അതിന് കറക്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് എക്സാമിന്റെ. അപ്പൊ അങ്ങനെ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് വൈഡ് ആയിട്ടുള്ള നോളജ് വേണം. അതാണ് നമ്മൾ ഇവിടെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ടാവും. അതുകൊണ്ട് റെക്കോർഡ് ക്ലാസ് കാണുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് സ്കിപ്പ് ചെയ്യരുത്. കാരണം കുറേ ഇൻഫർമേഷൻസ് ക്ലാസ്സിലുള്ള പലരും ഷെയർ ചെയ്യും. അതൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സബ്ജക്ട് പാർട്ട് 1 മുഴുവനും, ആ 1 തുടങ്ങി 8 വരെ. പാർട്ട് 2 നിങ്ങൾക്ക് 10 യൂണിറ്റ്സ് ഉണ്ട്. അത് ചൈൽഡ് ഡെവലപ്മെന്റും സൈക്കോളജിയുമാണ് ആ പാർട്ട് 2. അതില് ഒന്നാമത്തെ യൂണിറ്റ് തുടങ്ങി 5ാമത്തെ യൂണിറ്റ് വരെയും ഒരു സബ്ജക്ട് ചൈൽഡ് ഡെവലപ്മെന്റ്. 6 തുടങ്ങി 10 വരെ അടുത്ത സബ്ജക്ട് സൈക്കോളജി. അപ്പൊ പാർട്ട് 2 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മോഡ്യൂൾ 1 സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഡിവിഷനാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് 3. പാർട്ട് 3 ആണ് നമ്മളുടെ കോർ ടോപ്പിക്സ്. മോണ്ടിസോറി മെത്തേഡ്, അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ തിയറി, അതിന്റെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, ഇതെല്ലാം വരുന്നത് പാർട്ട് 3 ആണ്. അതിലും 10 യൂണിറ്റ്സ് ഉണ്ട്. അതില് 1, 3, 4, 5, 6 ഒരു സബ്ജക്ട് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. അതിനകത്ത് ഇടയ്ക്കുള്ള 2, 7, 8, 9, 10 മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. എങ്ങനെയാണ് മോണ്ടിസോറി മെത്തേഡ്, അതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതാണ് വരുന്ന സബ്ജക്ട്. അപ്പൊ മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനും മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ് പാർട്ട് 3 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണേ. ഇപ്പൊ നമുക്ക് 5 സബ്ജക്റ്റ് ആയി പാർട്ട് 3 എത്തിപ്പിടിക്കും. പാർട്ട് 4 സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഒരു സ്കൂൾ എങ്ങനെയാണ്, അവിടുത്തെ ഫ്ലോറിംഗ് എങ്ങനെയാണ്, സീലിംഗ് എങ്ങനെയാണ്, പിന്നെ അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, ബോർഡ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, സാധാരണ ജനറലി ഒരു സ്കൂളിനെ കുറിച്ചും അതിന്റെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളും, ടീച്ചർമാർ എങ്ങനെയായിരിക്കണം, കുട്ടികളുടെ യൂണിഫോം എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു, അവരെ ടൂർ കൊണ്ടുപോകുമ്പോ എങ്ങനെ, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. പിന്നെ പബ്ലിക്കുമായിട്ട്, സൊസൈറ്റിയുമായിട്ട് ഒരു സ്കൂൾ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കണം, പാരന്റ്സുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയായിരിക്കണം, അതും ഇതുപോലെ 8 ആണോ 10 ആണോ എന്നൊക്കെ
അത് 10 യൂണിറ്റ്സ് ആണ്. അത് ഒറ്റ സബ്ജക്റ്റ് ആണ്. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളത് ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പൊ അങ്ങനെ പാർട്ട് 4 ഒരു സബ്ജക്റ്റ്, പാർട്ട് 1ഉം പാർട്ട് 4ഉം ഓരോ സബ്ജക്റ്റ്, 2ഉം 3നും രണ്ടായിട്ട് 2 സബ്ജക്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 6 സബ്ജക്റ്റ് ആയി മോഡ്യൂൾ 1. ഇനി നിങ്ങളുടെ മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അത് ഒറ്റ സബ്ജക്റ്റ്. മോഡ്യൂൾ 2 കൂടെ ചേർന്നപ്പോൾ 7 സബ്ജക്റ്റ് ആയി. ഈ 7 സബ്ജക്റ്റും ഡിപ്ലോമ സ്റ്റുഡൻസിനും PG സ്റ്റുഡൻസിനും കോമൺ ആണ്. ഓക്കെ. ഇനി മോഡ്യൂൾ 3 എന്ന് പറയുന്നത് മോണ്ടിസോറി അപ്പാരറ്റസ് ആണ്. അതായത് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള സെഷനാണ്. അത് ഫുൾ പ്രാക്ടിക്കൽ ആണ്. അതിന് എക്സാം ഇല്ല, പ്രാക്ടിക്കൽസ് ആണ് നമുക്കുള്ളത്. എങ്ങനെയാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആ മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ ഏതെല്ലാം ഏരിയകളിലാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതുകൊണ്ട് ആക്ടിവിറ്റി ചെയ്യുന്നത്, ഒരു കുട്ടിക്ക് അതെങ്ങനെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ പറഞ്ഞു കൊടുക്കും, പിന്നെ കുട്ടികളെ കൊണ്ട് അവരുടെ ഓരോ ഏജിനനുസരിച്ച് എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. അത് സ്കൂളിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചെയ്യിക്കാം. അപ്പൊ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട കുറെ ഡെമോൺസ്ട്രേഷനും പ്രാക്ടിക്കൽസുമാണ് മോഡ്യൂൾ 3 വരുന്നത്. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ് അപ്പാരറ്റസ് ആണ് വരുന്നത്. അതിന് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ടാകും. എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് വന്ന് പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഓൺലൈൻ ആയിട്ട് കംപ്ലീറ്റ് ഡെമോ ചെയ്ത് കാണിക്കും. എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഒരു സെഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെക്കും, ലൈവായിട്ട്, മീൻസ് ഗ്രൗണ്ട് ലെവലിൽ ഓഫ്ലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവര് മാക്സിമം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വരിക. അത് ലാസ്റ്റ് ആണ് കേട്ടോ, മോഡ്യൂൾ 1 എല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ മോഡ്യൂൾ 3 അതാണ്. പിന്നെ മോഡ്യൂൾ 4 മോഡ്യൂൾ 5 ഇത് PG-കാർക്കുള്ള സബ്ജക്ട്സ് ആണ്. 2 സബ്ജക്ട് എക്സ്ട്രാ. മോഡ്യൂൾ 4 ഒരു സബ്ജക്ട് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. മോഡ്യൂൾ 5 സ്കൂൾ ഓർഗനൈസേഷൻ. മറ്റേ നമ്മുടെ പാർട്ട് 4ലെ ഒരു ലാസ്റ്റ് സിമ്പിളാന്ന് പറഞ്ഞില്ല, അതിന്റെ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് വേർഷൻ. അതായത് ഒരു സ്കൂളൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ഐഡിയ കിട്ടുന്നത്. അപ്പൊ ഞാനത് ഡിപ്ലോമക്കാർക്കും PG-കാർക്കും ലാസ്റ്റ് ആവുമ്പോഴേക്കും ഒരു അസൈൻമെന്റ് തരും. 10 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു അസൈൻമെന്റ് ആണ്. അതൊരു ഒറ്റ ബുക്കിലാണ്, എല്ലാവരും ചെറിയ 80 പേജോ 120 പേജോ വരുന്ന ഒരു ബുക്കിലാണ് അത് എഴുതേണ്ടത്. അത് എന്തുകൊണ്ടാണ് 2 പേരെ എഴുതിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് PG-യിൽ വരുന്ന ചില ടോപ്പിക്സിന്റെ കുറിച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും PG-കാർക്കുള്ള അസൈൻമെന്റ് ആണ്. ഞാനത് നിങ്ങളെ 2 പേരെ കൊണ്ടും ചെയ്യിക്കാറുണ്ട്. ഡിപ്ലോമക്കാർക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ചെറിയ രീതിയിലൊരു നോളജ് കിട്ടും. അതുകൊണ്ടാണ് 2 പേരെ കൊണ്ടും അത് ചെയ്യിക്കുന്നത്. അല്ലാതെ നമുക്ക് മാർക്ക് പ്രയോറിറ്റി ആണ്, പക്ഷെ നമ്മളുടെ എന്താ പറയാ നോളജിനെ കൂടുതൽ വൈഡ് ആക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റി, ഓരോ അസൈൻമെന്റ് ചെയ്യുന്നത്. ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കോൺഫിഡന്റ് ആയിരിക്കും. കുഞ്ഞു മാത്രമല്ല, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളാണ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. അതേസമയം നമ്മൾ എവിടെ നിന്നെങ്കിലും കോപ്പി ചെയ്തൊരു സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് റിപ്പോർട്ട് എഴുതി അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അത് കൺഫ്യൂഷൻ ആയി പോകും. അതേസമയം അതിന്റെ ഓരോ വരികളും എഴുതാൻ നമ്മളാണ് എഫേർട്ട് എടുത്തെങ്കിൽ നമുക്ക് ഒരു പേടിയും വേണ്ട, വളരെ കൂളായിട്ട് ചെന്നിട്ട് ചെയ്യാം. ഞാൻ ഈ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മുടെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവം പഠിക്കുക. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ സോക്സ് ഒക്കെ കുറെ പഴയത് വീട്ടിൽ വെറുതെ ഉണ്ടാവും. ചിലരത് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കും. അപ്പൊ സോക്സ് കൊണ്ട് ഒരു സ്നേക്കിനെ ഉണ്ടാക്കിയിട്ടായിരുന്നു ഞാൻ കുട്ടികൾക്ക്. ഞാൻ 2 സോക്സ് കൊണ്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ സ്നേക്കിനെയാണ് പറഞ്ഞു കൊടുത്തത്, പക്ഷെ കുട്ടികൾ അതുകൊണ്ട് റാബിറ്റ് ഉണ്ടാക്കി, എലീനെ ഉണ്ടാക്കി, ബിയറിനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ മോന്റെ ഒരു വൈറ്റ് സോക്സ് ഉണ്ടായിരുന്നേ. ആ സോക്സ് വെച്ചിട്ട് നമുക്ക് വലിയ ചെലവൊന്നും ഇതിലില്ല, ഒരു സ്നേക്കിനെ ഉണ്ടാക്കി. സോക്സ് ആകുമ്പോൾ നമുക്ക് കയ്യിലൂടെ ഉണ്ടാകും. ഈ കണ്ണ് പോലെ കണ്ടോ, ഗൂഗിളി ഐസ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അത്ര വിലയൊന്നുമില്ല, 2 രൂപയോ അത്രയും കണ്ടും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും തോന്നുന്നു. കുറെ കിട്ടും തോന്നുന്നു, 5 രൂപ 10 രൂപയ്ക്കൊക്കെ. പിന്നെ ഒരു ഗൂഗിളി ഐസ് അവിടെ മടക്കുമ്പോ കണ്ണ് വരുന്ന ഭാഗം ആദ്യം സോക്സ് കയ്യിലിട്ട് നോക്കണം. എന്നിട്ട് ഇത് മടക്കുമ്പോ എവിടെയായിട്ട് ഗൂഗിളി ഐസ് ഒട്ടിക്കാൻ പറ്റുന്ന അവിടെ ഇട്ടിട്ട്. പിന്നെ ഇതിന്റെ ഈ സ്നേക്കിന്റെ ഒരു ഇതാണല്ലോ, നാക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് സാറ്റിൻ റിബണാണ് യൂസ് ചെയ്തത്. അത് ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് മൂവ് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു, പക്ഷെ കുട്ടികൾക്ക് പേടിയും തോന്നില്ല,
അതേസമയം എനിക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഒരു 3rd ബാച്ചിൽ ഒരു കുട്ടി ഒരു സ്കൂളിൽ ഇന്റർവ്യൂവിന് പോയപ്പോ ചെയ്ത സാധനങ്ങൾ മുഴുവനും കൊണ്ടുപോയി. അപ്പൊ ഈ സ്നേക്കിനെ കണ്ടപ്പോ അവർ ആ കൊച്ചിനോട് ചോദിച്ചു, ഒരു കഥ, കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്നേക്കിനെ ഉപയോഗിച്ചൊരു കഥ പറഞ്ഞു കൊടുക്കും. ആ നിന്ന നിപ്പിൽ അത് ചുമ്മാ ഒരു കഥ അങ്ങ് ഉണ്ടാക്കുക ചെയ്തത്. അവർക്കും മനസ്സിലായി ആ കഥ നേരത്തെ ഇതിനെ അറിയുന്നതല്ല. പറഞ്ഞ ഉടനെ സ്പോണ്ടേനിയസ് ആയിട്ട് ആൾക്കാർ കഥ വന്നു. ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്നവർ മുഴുവൻ കഥയൊന്നും ചിലപ്പോൾ കേൾക്കാനിരിക്കില്ല. നമ്മുടെ പ്രസന്റേഷൻ ഓക്കെ ആണെന്ന് ഓക്കെ മതി എന്ന് അവർ പറയും. ഇനി ആ സ്നേക്ക് തന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാം. പക്ഷെ ഇത് എത്ര നല്ല രീതിയല്ല. നല്ല രീതിയിൽ തന്നെ പറഞ്ഞത്, നമ്മൾ ഈ കൈ ഇടുന്ന ഭാഗത്ത് സ്നേക്കിന്റെ ഷേപ്പില് ഒരു കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരു ഫ്ലവറിന്റെ പെറ്റന്റെ ഒക്കെ ഒരു ഷേപ്പില് നമുക്ക് വരച്ചിട്ട് കാർഡ്ബോർഡ് അതിനനുസരിച്ച് കട്ട് ചെയ്യുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോക്സിനകത്തേക്ക് കൈ ഇടുമ്പോ ഈ കാർഡ്ബോർഡ് പീസ് ഇവിടെ വരുവേ. നമ്മൾ ഈ മടക്കുമ്പോ കുറച്ചുകൂടെ ഒരു സ്നേക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ വൈറ്റില് അങ്ങനെ കാർഡ്ബോർഡ് പീസും വെച്ചില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ കാർഡ്ബോർഡ് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തുന്നില്ലേ, അതിനെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ തുന്നും. അപ്പൊ ഇതിങ്ങനെ മടക്കുമ്പോ കുറച്ചുകൂടെ അതിനൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും തോന്നുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്യും. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ സ്നേക്ക് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഇപ്പൊ റാബിറ്റ് ഒക്കെ കുട്ടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു, ടെഡി ബെയർ പോലെ ഉണ്ടാക്കി. പിന്നെ സ്പഞ്ച് വാങ്ങാൻ കിട്ടില്ല, വലിയ ബ്ലോക്ക് സ്പഞ്ച്. ഇംഗ്ലീഷിലാണ് കേട്ടോ സ്പഞ്ച് എന്ന് പറയുന്നത്, മലയാളത്തിൽ നമ്മൾ അതിനെ സ്പോഞ്ച് എന്ന് പറയും. ഓക്കെ, അപ്പൊ ബ്ലോക്ക് സ്പഞ്ച് വാങ്ങിച്ചിട്ട് അതിനെ നമ്മളിങ്ങനെ മടക്കി റബ്ബർ ബാൻഡോ അങ്ങനെ എന്തൊക്കെയോ ടെഡി ബെയറിന്റെ ഷേപ്പ് കിട്ടില്ലേ, ഇതുപോലത്തെ ഗൂഗിളി ഐസോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബട്ടണോ മൂക്കിന്റെ പോലത്തെ ഭാഗത്ത്, അതൊക്കെ നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്തൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കണം എന്നുള്ളത് ഈ ഓരോരോ ക്ലാസ്സിൽ പറയാം. പിന്നെ ഒരു സ്നേക്കിന്റെ ഒരു ഐഡിയ കിട്ടി. ആ കുട്ടിക്ക് ആ സ്കൂളിൽ സെലക്ഷൻ ആവുകയും ചെയ്തു കേട്ടോ. ഇത് യൂസഫ് അലിയുടെ സ്കൂളായിരുന്നു തൃപ്രയാറുള്ളത്. ലേമർന്നെന്തുവാണ് സ്കൂളിന്റെ പേര്. എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി, ചെയ്ത സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. അവര് ഈ കുട്ടി ഡെമോ ക്ലാസ് എടുത്തത് വീഡിയോ എടുത്തു. ആ വീഡിയോ എടുത്തോണ്ടിരുന്ന ഒരു പയ്യനായിരുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആ പയ്യൻ പറഞ്ഞു നല്ല ക്ലാസ് പറഞ്ഞു. ആദ്യമായിട്ട് ആള് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. സ്റ്റാർട്ടിങ് തന്നെ 15,000 ഉണ്ട്, 15. നല്ല സ്കൂളും സ്റ്റാൻഡേർഡ് തന്നെയാണല്ലോ. അപ്പൊ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും പേയ്മെന്റ് തരുന്നെങ്കിൽ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ സ്കൂൾ സെലക്ട് ചെയ്യേണ്ടതെന്നും ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ ക്ലാസ്സിൽ പറഞ്ഞുതരാം. നമ്മൾ ഓരോ ആക്ടിവിറ്റി, ഓരോ അസൈൻമെന്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഫോർ അസ്, നോട്ട് ഫോർ ഗെറ്റിംഗ് മാർക്സ്. മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല. കാരണം ഒരു ചെറിയൊരു ഡൗട്ട്, ഒരു കൺസേൺ, ഒരു റിക്വസ്റ്റ് പോലെ ഏതോ ഒരു ബാച്ചിലെ കുട്ടിയുടെ വന്നു. നല്ല എഫേർട്ട് എടുത്ത് അസൈൻമെന്റ് എഴുതിയ ആൾക്കും അതായത് 4 പേജൊക്കെ എഴുതിയ ആൾക്കും 1 പേജ് മാത്രം എഴുതിയ ആൾക്കും ഒരേപോലെ മാർക്ക്. അതെന്താ, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്ക് ഇടുന്നതെന്ന് ചോദിച്ചു. ഇതാണ് കാര്യം. നമ്മൾ നല്ല വർക്ക് ചെയ്ത് എല്ലാവർക്കും അതിന്റെ ഒരു കെയർ കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് വൈവയുണ്ട് ലൈവായിട്ട്, ഇതുപോലെ ഗൂഗിൾ മീറ്റിലോ ഫേസ് ടു ഫേസ്. ക്വസ്റ്റ്യനുകള് അങ്ങനെ ഓപ്ഷൻ അങ്ങനെ ഉണ്ടാവോ? അല്ലെങ്കിൽ ഏതാ വൈവയ്ക്കാണോ? വൈവയ്ക്ക് അങ്ങനെയല്ല. വൈവയ്ക്ക് നമുക്കിപ്പം ഞാനിപ്പോ തിയറീനെ ഡിവൈഡ് ചെയ്തത് സബ്ജക്ട് ഡിവിഷൻ പറഞ്ഞില്ലേ, അതുപോലെ വൈവ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ സെഷനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം സയൻസ് സ്റ്റുഡൻസ് +2 പഠിക്കുമ്പോൾ അവർക്ക് സബ്ജക്ട് ഉണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ്. സെയിം തന്നെ അവർക്ക് പ്രാക്ടിക്കൽ ഇല്ലേ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്. ആ പ്രാക്ടിക്കലിന്റെ ഡിവിഷൻ ഞാൻ പറഞ്ഞുതരാം. ടീച്ചിങ് പ്രാക്ടീസ് ഒരു ഡിവിഷൻ 100 മാർക്സ് ആണ്. ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവയാണ്. അതായത് ടീച്ചിങ് പ്രാക്ടീസും വൈവയിലെ പ്രസന്റേഷനും അതും രണ്ടും കൂടെ ചേർന്നിട്ട് 100 മാർക്സ്. പിന്നെ മോണ്ടിസോറി അപ്പാരറ്റസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ മോഡ്യൂൾ 3 മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ നടത്തും. അതിനെ ബേസ് ചെയ്തിട്ട് അതിന് 100 മാർക്ക്. പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്ന് നിങ്ങളെ കൊണ്ട് സർവേ ചെയ്യിക്കും. അപ്പൊ ആ അസൈൻമെന്റിനും സർവേക്കും കൂടെ ചേർന്നിട്ട് എഗെയിൻ 100 മാർക്സ്. അതിന്റെ സമയത്ത് നമ്മൾ ചോദിക്കും നിങ്ങൾ അസൈൻമെന്റ്സ് എല്ലാം ചെയ്തു എന്ന് ചോദിക്കും. സോ ട്രൂ ടു യുവർ സെൽഫ്, എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറയും. ചില കുട്ടികൾ പറയും മിസ് ഞാൻ 1-2 എണ്ണം ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയും.
പിന്നെ സർവേ നമ്മൾ കൊടുക്കും, സർവേ ചെയ്തിട്ടുണ്ട്, അതൊരു പ്രോജക്ട് റിപ്പോർട്ട് പോലെയാണ്. സർവേയുടെ റിപ്പോർട്ട് നമ്മൾ റെഡിയാക്കേണ്ടത്, അതൊക്കെ പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പൊ സർവേ ഇതിന് രണ്ടിനും കൂടിയാണ് 100 മാർക്ക്. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന്റെ മാർക്ക് നമ്മൾ വൈവ നടത്തുന്ന സമയത്ത്, ഇപ്പൊ കഴിഞ്ഞ ബാച്ചുകളുടെ അങ്ങനെയായിരുന്നു, മാർക്ക് ഞങ്ങളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ തരും. അപ്പൊ ചില കുട്ടികൾ ചില അസൈൻമെന്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പൊ റിമോട്ട് കൺട്രോൾ ഒരു കുട്ടി ചെയ്തിട്ടില്ല, അസൈൻമെന്റ് കൊടുത്തതാ പക്ഷെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ആ ഇൻസ്റ്റന്റിൽ ചോദിക്കും അതിനെപ്പറ്റി ഒന്ന് വ്യൂസ് പറയാമോ എന്ന് ചോദിക്കും. ചെയ്തവർക്ക് എന്തായാലും ഫുൾ മാർക്ക് ഇടും, പക്ഷെ ചെയ്യാത്ത ഒരാൾക്ക് ഒരു ചാൻസ് കൊടുക്കും. ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നോക്കും. അപ്പോൾ നല്ല രീതിയിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാത്തതിന്റെ ചെറിയൊരു ഡിഡക്ഷൻ അവിടെ കൊടുക്കും, കുറച്ചാലും അത് പ്രസന്റ് ചെയ്തതിന് ഒരു മാർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് അസൈൻമെന്റിന്റെ മാർക്ക് നമ്മൾ വൈവ സമയത്ത് ഇടുന്നത്. മനസ്സിലായോ? അതിന്റെ അർത്ഥം വൈവയ്ക്ക് ഇംഗ്ലീഷിൽ തന്നെ പ്രസന്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ചെയ്യുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് യൂസ് ചെയ്യാം. ചിലർ ഇംഗ്ലീഷിൽ മുഴുവനും പ്രസന്റ് ചെയ്തവരുണ്ട്, മലയാളത്തിൽ പ്രസന്റ് ചെയ്തിട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ, മീൻസ് നമ്മൾ വൈവയാണ് അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടോ ആ രീതിയിൽ പ്രസന്റ് ചെയ്തവരും ഉണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിലായാലും മലയാളത്തിലാണെങ്കിലും നമ്മളൊരു എക്സാം അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെയാണല്ലോ വൈവ. അപ്പൊ അത് ചെയ്യണം. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ലൈവ് ആണ്, ഇങ്ങനെ ഓൺലൈൻ ആണെന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് അസൈൻമെന്റ്, സർവേ റിപ്പോർട്ടിന്റെ ഒക്കെ മാർക്ക് ഇടുന്നത്. പിന്നെ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ടീച്ചിങ് മെറ്റീരിയൽസ്, ഇപ്പൊ പറഞ്ഞില്ലേ സ്നേക്ക്, പിന്നെ കുറെ മെറ്റീരിയൽസ് ഏതാ ചെയ്യേണ്ടതെന്ന് ഓരോ ക്ലാസ് ആകുമ്പോൾ ടീച്ചർമാർ പറഞ്ഞുതരും. ആ ടീച്ചിങ് മെറ്റീരിയൽസ് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്, സബ്മിറ്റ് ചെയ്യാതെ കയ്യിൽ കീപ്പ് ചെയ്യുന്നത്, അതെല്ലാം അതിൽ പെടും. പിന്നെ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ചില മെറ്റീരിയൽസ് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര കോസ്റ്റ് ആണ് മോണ്ടിസോറി മെറ്റീരിയൽസിന്, പക്ഷെ ചിലതിന്റെ റിപ്ലിക്ക നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതൊക്കെ ഏതൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും, അത് ചെയ്യും. അതിന് 100 മാർക്സ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ 100 മാർക്സ്, പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് 100 മാർക്സ്, പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മളുടെ മോണ്ടിസോറി അപ്പാരറ്റസ് നമ്മുടെ മോഡ്യൂൾ 3 100 മാർക്സ്, പിന്നെ കുറെ മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കണം, ടീച്ചിങ് മെറ്റീരിയൽസ് 100 മാർക്സ്. പിന്നെ ഒരു സെഷനും കൂടി ഉണ്ടല്ലോ റെക്കോർഡ്സ്, നിങ്ങൾ 5 റെക്കോർഡ് എഴുതണം. ഈ 5 റെക്കോർഡും നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഇമാജിനേഷൻ അത് വെച്ചിട്ട് വേണം 5 റെക്കോർഡ് എഴുതാൻ. ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരാം. 5 റെക്കോർഡ് എന്താണ്, എന്ത് തീം വെച്ചിട്ടാണ് റെക്കോർഡ് എഴുതേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ്, അതെല്ലാം നമ്മുടെ റെഫറൻസുകളാണ്. അതായത് നമ്മളൊരു നാളെ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ കുറെ ആക്ടിവിറ്റീസ് അടങ്ങുന്നതാണ് ആ റെക്കോർഡ്. നമുക്ക് റെഫർ ചെയ്യാം, അത് വേറെ ആർക്കും കൊടുക്കാനുള്ളതല്ല. അപ്പോൾ 5 റെക്കോർഡിനും കൂടി 100 മാർക്സ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രാക്ടിക്കൽസിൽ വരുന്നത്. 5 സെഷൻ ആയില്ലേ, ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ, അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് അതായത് സർവേ, പിന്നെ മോഡ്യൂൾ 3 മോണ്ടിസോറി അപ്പാരറ്റസ്, ടീച്ചിങ് മെറ്റീരിയൽസ്, പിന്നെ റെക്കോർഡ്സ്. അപ്പൊ 500 മാർക്കാണ്. നിങ്ങൾക്ക് നല്ല പോലെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് കൂടാൻ ഈ പ്രാക്ടിക്കൽ സെഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. തിയറിയിൽ കുറച്ച് മാർക്ക് പോയാലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓവറോൾ പെർസെൻറ്റേജ് കൂട്ടാനായിട്ട് നമ്മുടെ ഈ പ്രാക്ടിക്കൽ സെഷൻസ് നമ്മളൊന്നും വേണ്ട, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്താൽ മതി. അപ്പൊ 500 മാർക്ക് ഇത് കോമൺ, ഡിപ്ലോമയ്ക്കും പി ജിക്കും കോമൺ ആണ് ഈ 500 മാർക്സിന്റെ ഓരോരോ ഏരിയകള്. പി ജിക്ക് എക്സ്ട്രാ വരുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് ക്ലാസ്സിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ സെമിനാർ ആയിട്ട് കണ്ടക്ട് ചെയ്യണം. ഈ ക്ലാസ് ലൈവായിട്ട് പി ജിയുടെ സമയമാകുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ട് എഴുതി പ്രസന്റ് ചെയ്താൽ മതി വൈവയുടെ ടൈമിൽ. കാരണം വൈവയ്ക്ക് എന്തായാലും ഫേസ് ടു ഫേസ് വരുമല്ലോ, ആ ടൈമിൽ പ്രസന്റ് ചെയ്താൽ മതി. ക്ലാസ്സിൽ നേരിട്ട് കയറാൻ പറ്റുന്നവരെ ക്ലാസ്സിൽ തന്നെ അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് അപ്പൊ തന്നെ ഇട്ടു. അപ്പൊ പി ജിക്ക് ഒരു സെമിനാർ ആണ് എക്സ്ട്രാ വരുന്നത്. ചിലരത് സെമിനാർ റിപ്പോർട്ടായിട്ട് എഴുതും, ചിലർക്ക് അത് അസൈൻമെന്റ് പോലെ എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി. അത് ആ ടൈം ആകുമ്പോൾ പറയും. അതാണ് ഒരു പി ജിയും ഡിപ്ലോമയും തമ്മിൽ പ്രാക്ടിക്കലിന് ഒരു സെഷന്റെ വ്യത്യാസം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ചില ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തോന്നും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് എക്സ്ട്രാ അറിയണം. അപ്പൊ താല്പര്യമുള്ളവര് അത് പ്രിപ്പയർ ചെയ്ത് സെമിനാർ എടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. ചിലർ ടീമായിട്ട് ചെയ്യും, 4 പേര് ഒരുമിച്ച് ആ ടോപ്പിക്കിന് എങ്ങനെയാണ് ഓരോ സബ്
പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ടീമായിട്ട് ചെയ്യാറുണ്ട്. 4 or 6 പേര്. ചിലർ ഒറ്റയ്ക്ക് പ്രസന്റ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് ഓരോരോ ടോപ്പിക് വരുമ്പോൾ നമുക്കത് ചെയ്തു പോകാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കോഴ്സിൽ മെയിൻ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ. ഡൗട്ട്സ് ഉണ്ടാകും, കൺഫ്യൂഷൻസ് ഉണ്ടാകും, നമുക്ക് അതങ്ങനെ ക്ലിയർ ചെയ്ത് പോകും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബാച്ചിന് എന്റെ പേഴ്സണൽ നമ്പർ ഇല്ലല്ലോ? ഇല്ല മാം. ഉണ്ട് മാം, തന്നിരുന്നു. മാം തന്നിരുന്നു. എനിക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. കാരണം വെച്ചാൽ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും ഈ ക്ലാസ്സും. പിന്നെ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എനിക്ക് സ്കൂളിന് ചിലപ്പോൾ പോകേണ്ടി വരും ചില ദിവസങ്ങളിലെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് 1 ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നമ്മള് കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മൾ ഹെൽത്തിന്റെ 3 ഏരിയകൾ, 3 ഡയമെൻഷൻസ്. യെസ്, ചോദിച്ചോളൂ അശ്വതി. ഞാനേ ഇത് ഉണ്ടാക്കി ഇങ്ങനെയാണോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. മിസ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലായിരുന്നോ ലെറ്റേഴ്സ് വെച്ചിട്ട്? ഇത് ഇങ്ങനെയാണോ? ഇത് ഫോം ഷീറ്റ് അല്ലേ? സാൻഡ് പേപ്പർ വെച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ അവരെനിക്ക് ഇതാ തന്നെ. ഇത് വെച്ചിട്ടാണ്, ഇത് വെച്ചുണ്ടാക്കിയാ മതിയോ? നമ്മള് സാൻഡ് പേപ്പർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഒരു മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. കുട്ടികളെ റീഡിങ്ങും റൈറ്റിങ്ങും പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ ഒരു ഡിസൈൻ ആയിരുന്നു അത്. ഫോം ഷീറ്റിനും സാൻഡ് പേപ്പറിന്റെ വ്യത്യാസം എന്താന്ന് മനസ്സിലായോ? ഇല്ല. സാൻഡ് പേപ്പറിന് റഫ്നെസ് ആണ്. കുട്ടികളുടെ ബ്രെയിനിലേക്ക് അതിന്റെ ഇംപ്രഷൻ പെട്ടെന്ന് പോകും. ഒരു കാര്യം ചെയ്യാൻ മതി, ഒരു ലെറ്റർ ഒരു സാൻഡ് പേപ്പറിൽ ഉണ്ടാക്കുക, ഒരു ലെറ്റർ ഫോം ഷീറ്റിൽ ഉണ്ടാക്കുക. ഒരു 3 ഇയേഴ്സിനടുത്തുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 3 ഇയേഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഏതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അവർക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇഷ്ടം. മറ്റേത് കാണാനൊക്കെ ഒരു ഇഷ്ടം തോന്നും. പിന്നെ അതുമല്ല, അതിൽ തൊട്ടാൽ അതിന്റെ ഗ്ലിറ്റേഴ്സ് കയ്യിലാവില്ലേ? കയ്യിലാവും. അത് കുട്ടികൾ വായിൽ വെക്കും. സാൻഡ് പേപ്പറിന് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, അതുണ്ട്. അപ്പൊ നമ്മൾ അതും ശ്രദ്ധിക്കണം. നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം, വായി കൈപോന്ന് നോക്കിക്കൊണ്ടിരിക്കണം. എന്താണോ ലെറ്റേഴ്സിന്റെ നമ്പേഴ്സിന്റെ ഉദ്ദേശം അത് നമുക്ക് കിട്ടാതെ വരും. നമുക്ക് വേണ്ട എന്താ, അവരത് ട്രേസ് ചെയ്ത് അതിന്റെ ഇമേജ് ഇവരുടെ ബ്രെയിനിലേക്ക് ഇംപ്രസ്ഡ് ആവണം. അപ്പൊ ഇവര് ബുക്കിലോ സ്ലേറ്റിലോ എഴുതാൻ തുടങ്ങും. ആ ട്രേസ് ചെയ്ത ഇമേജ് മെമ്മറിയിൽ ഉണ്ടാവും. അത് ഓർത്തിട്ട് അങ്ങനെയാണ് ഡിസോറി എൻവയോൺമെന്റില് കുട്ടികള് റൈറ്റിംഗ് പഠിക്കുന്നത്. പറഞ്ഞൊരു കാര്യം, റീഡിങ്ങും റൈറ്റിങ്ങും എക്സ്പ്ലോഷൻ പോലെയാണ്, സഡൻ ആയിട്ട് ഉണ്ടാകുന്നത്. അല്ലാണ്ട് നിർബന്ധിച്ച് കുട്ടിയുടെ കൈ പിടിപ്പിച്ച് എഴുതിക്കാൻ പറ്റില്ല. പാരന്റ്സിന്റെ ഭയങ്കര പ്രശ്നമായിരുന്നു. ആദ്യമായിട്ട് മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോ കുട്ടികളെ എഴുതിപ്പിക്കൂ, കുട്ടികളെ വായിപ്പിക്കൂ, ഇത് തന്നെയാ പാരന്റ്സ് പറയുന്നത്. നമ്മള് പറയില്ലേ സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും എഴുതാൻ ഹോംവർക്ക് കൊടുക്കൂ അല്ലെ, 1 മുതൽ 10 വരെ. അതെ, സാൻഡ് പേപ്പർ കട്ട് ചെയ്യാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ കുട്ടികളെ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതെങ്കിലും ഒരു പേപ്പറിൽ ആദ്യം ലെറ്റേഴ്സ് വരച്ച്, ഒരു പ്രത്യേക രീതിയിലാണല്ലോ ആൽഫബറ്റ്സ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എഴുതുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എങ്കിലും ചെയ്യൂ. കാരണം സ്മോൾ ലെറ്റേഴ്സ് ആകുമ്പോൾ കർവിങ് കുറച്ച് കൂടുതലാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് പിന്നെ സ്ട്രെയിറ്റ് ലൈൻസ്, സ്ലാൻഡിങ് ലൈൻസ് പോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ ക്യാപിറ്റൽ എങ്കിലും ചെയ്യാൻ നോക്കും. അപ്പൊ വേറൊരു പേപ്പറിൽ വെച്ച് കട്ട് ചെയ്തിട്ട് അതെടുത്ത് സാൻഡ് പേപ്പറിന്റെ മുകളിൽ വെച്ച് അതിൻ്റെ കൂടെ കട്ട് ചെയ്താണ് ചില കുട്ടികൾ. ഓരോരോ മെത്തേഡ് ഓരോരുത്തർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാക്ക് സൈഡിൽ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ മിറർ ഇമേജ് ആയി പോകും. ഒന്നും കുഴപ്പമുണ്ടാവില്ല, ചിലതൊക്കെ തിരിഞ്ഞു പോകും, മിറർ ഇമേജ് പോലെ ആയി പോകും അല്ലെ, ബാക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്യുമ്പോ. അത് ഞാൻ ചിന്തിച്ചു മാം, ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോ അവർ ബാക്ക് സൈഡിൽ വെച്ച് വെട്ടുന്നത് കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അത് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ തിരിഞ്ഞു പോവല്ലോ, എനിക്ക് തോന്നി. ഞാനത് കണ്ടു. തിരിച്ചു തന്നെ നമ്മള് മിറർ ഇമേജ് ബാക്കിൽ വരയ്ക്കേണ്ടി വരും. അതൊക്കെ പാടല്ലേ. അപ്പൊ നമ്മളുടെ 13 ബാച്ചിൽ ഒരു മണിപ്പൂരി കുട്ടിയുണ്ട്, കിം ചെയ്തത്. കിം ഇതെല്ലാം ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തു, എല്ലാ ലെറ്റേഴ്സും. ചാർട്ട് പേപ്പറോ സാധാരണ പേപ്പറോ എന്തിനോ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് സാൻഡ് പേപ്പറിന്റെ മുകളിൽ വെച്ചിട്ട് എന്നിട്ട് കട്ട് ചെയ്തു. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റേ പേപ്പർ നൈഫ് ഇല്ലേ, അത് വെച്ച് കട്ട് ചെയ്യണം കേട്ടോ. അത് വെച്ച് ഇങ്ങനെ ചെയ്യണം. ആദ്യമൊക്കെ നമുക്ക് നമ്മുടെ കൈ വഴങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ കുറച്ചങ്ങ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് ശരിയാകും. പിന്നെ നമുക്ക് ഒരു സെറ്റൊക്കെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആകുമ്പോൾ 26 ആൽഫബറ്റ്സ് ഉണ്ട്. മാത്സ് നമ്പേഴ്സ് ആകുമ്പോൾ 10 നമ്പേഴ്സ് എന്തായാലും വരും. പിന്നെ
പറ്റുമ്പോ കൂടുതൽ സെറ്റ്സ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ 2 ഡിജിറ്റ് നമ്പർ ഒക്കെ കാണിക്കാനേ 2 1 ഉണ്ടെങ്കിൽ നമുക്ക് 11 അങ്ങനെയൊക്കെ 2 ഡിജിറ്റ് നമ്പർ ചെയ്യാനായിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം. അതൊക്കെ ഡിപ്പെൻസ് നമ്മളുടെ നെസസറിക്ക് അനുസരിച്ച് ചെയ്യാം. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് ചെയ്ത് വെക്കുക. വൈവ സെഷനിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്. ഞാൻ പക്ഷെ പൊതുവെ ഇങ്ങനെ ചോദിക്കും ചെയ്തോ എന്ന് ചോദിക്കും. ആ ചെയ്തു എന്ന് പറയും. ഞാൻ അങ്ങ് അവരെ ആ ഒരു ട്രസ്റ്റ് എനിക്കുണ്ട്, ഞാൻ അങ്ങ് വിശ്വസിക്കും. പക്ഷെ അവര് നിർബന്ധം പറയും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തല്ലേ ഇത് കാണണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഫുൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ബെഡിലൊക്കെ ഇങ്ങനെ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടായിരിക്കും വൈവയ്ക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു റൂമിൽ കംപ്ലീറ്റ് ടേബിളിൽ ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് വൈവയ്ക്ക് അവിടെ ഇരിക്കും. അപ്പൊ തന്നെ കുട്ടികൾ കാണിച്ചു തരാറുണ്ട്. ഇനി ക്ലാസ്സിൽ ചിലരിപ്പോ ഇതുപോലെ അശ്വതി കാണിച്ചതുപോലെ ചെയ്യുമ്പോ അങ്ങനെ കാണിക്കുമ്പോ മറ്റുള്ളവർക്കും അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, ഒരു ഐഡിയ കിട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. റെസിപ്രോക്കൽ ഹെൽപ്പ് അത് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഒരാളെ അയാൾക്ക് ഒരു ഹെൽപ്പ് വേണ്ടപ്പോ സഹായിക്കുക. അപ്പോ ഹെൽപ്പ് കിട്ടിയ ആളുടെ മനസ്സിൽ അത് ഉണ്ടാകും. എനിക്കിങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ എനിക്കൊരു ഹെൽപ്പ് കിട്ടി. അപ്പൊ വേറൊരാൾക്ക് സെയിം ആൾക്ക് അല്ലെങ്കിൽ കൂടിയും വേറൊരാൾക്ക് ഒരു ഹെൽപ്പ് വരുമ്പോൾ ഞാനും സഹായിക്കാൻ കമ്മിറ്റഡ് ആണ്. ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ലവ്, സെൽഫ് ലവ് എല്ലാം മോണ്ടിസോറി മെത്തേഡിന്റെ പ്രത്യേകതകളാണ്. സെൽഫിഷ്നെസ് എന്നുള്ളതിന് ഇവിടെ സ്ഥാനമേ ഇല്ല. ഞാൻ മാത്രം ചെയ്താൽ മതി, വേറെ ആർക്കും ഞാൻ പറഞ്ഞു കൊടുക്കില്ല, വേറെ ആർക്കും കാണിച്ചു കൊടുക്കില്ല, അങ്ങനെയല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മളെല്ലാരും ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ മറ്റുള്ളവർ പറ്റിക്കാതെ നോക്കണം. നമ്മളാരെയും പറ്റിക്കരുത്, മറ്റുള്ളവർ നമ്മളെ പറ്റിക്കാനും പാടില്ല. അതേ ഉള്ളൂ. ഇത് മോണ്ടിസോറി മെത്തേഡ് എന്നല്ല, ലൈഫേ അങ്ങനെ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ലെസൺസിലേക്ക് പോവാം. ഇത് ഫോം ഷീറ്റ് വെരി അട്രാക്റ്റീവ്, ഈസി ടു കട്ട് എല്ലാമാണ്. ബട്ട് അതിന്റെ ഗ്ലിറ്റേഴ്സ് കുഞ്ഞുങ്ങളുടെ വിരൽത്തുമ്പിൽ പറ്റും, ഇവര് വായിട്ട് വെക്കും, അതൊക്കെ പ്രശ്നമുണ്ട്, കണ്ണ് തിരുമു, അതൊക്കെ പ്രോബ്ലം. പക്ഷെ സാൻഡ് പേപ്പറിന് ആ ഒരു പ്രശ്നമില്ല. മോണ്ടിസോറി ഡിസൈൻ ചെയ്തൊരു മെറ്റീരിയൽ ആണ്, നമുക്ക് ലോ കോസ്റ്റിന് ചെയ്യാൻ പറ്റും. ബാക്കി മോണ്ടിസോറി മെറ്റീരിയലുകളെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള വുഡൻ സംഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത്, അതിനൊക്കെ നല്ല റേറ്റ് ആണ്. 7,000, 8,000, 10,000 ഒക്കെ റേറ്റ് ഉണ്ട്. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഒരു A4 ഷീറ്റിന് 20 റുപ്പീസോ അങ്ങനെ എത്രയോ ആണ് വരുന്നത്. അത് നമുക്ക് കുഴപ്പമുണ്ടാവില്ല, ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും. അതായത് നമ്മുടെ പെയിന്റ് കടകളൊക്കെ ഇല്ലേ, സാധാരണ പെയിന്റിങ്ങിന് മുമ്പ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ സാൻഡ് പേപ്പർ. ഹാർഡ്വെയർ ഷോപ്പിൽ പോയി ചോദിച്ചാൽ മതി. അവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പല റഫ്നെസ്സിലുള്ള സാൻഡ് പേപ്പർ കിട്ടും. അപ്പം 15 റുപ്പീസ് പല റഫ്നെസ്സിനുള്ള സാൻഡ് പേപ്പർ കിട്ടും. റഫ്നെസ് കൂടിയതാണ് കുട്ടികൾക്ക് ഇഷ്ടം, റഫ്നെസ് കുറഞ്ഞത് തുടങ്ങി അങ്ങനെ എന്തോ നമ്പറാണ് അതിന് പറയുന്നത്. 80, 120, 100 എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു നമ്പറാണ്. ആ ടെക്സ്ചർ മാറുന്നതിനനുസരിച്ച് നമ്പർ എന്തോ ഉണ്ട്. തൽക്കാലം നിങ്ങൾ നല്ല റഫ്നെസ് ഉള്ളത് വാങ്ങുക. ഒരു A4 ഷീറ്റിൽ നിന്ന് നമുക്കൊരു 4 എണ്ണം ഒക്കെ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ടീച്ചിങ് പ്രാക്ടീസിന് ഈ മെറ്റീരിയലുമായി പോയ എല്ലാ സ്കൂളുകളിലെയും റിസൾട്ടും ഫീഡ്ബാക്കും വളരെ നല്ലതായിരുന്നു. മിക്ക ക്ലാസ്സിലുണ്ടാകും എഴുതാൻ മടി കാണിക്കുന്ന കുട്ടികൾ, ടീച്ചർമാർ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അവൻ ഇങ്ങനെ പറഞ്ഞ കേസസ് ഉണ്ട്. അവനെ നോക്കണ്ട, അവനൊന്നും എഴുതില്ല, അവന്റെ കാര്യം ശ്രദ്ധിക്കേ വേണ്ട, പറഞ്ഞാൽ കേൾക്കില്ല, എഴുതേയില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ സാൻഡ് പേപ്പർ കൊണ്ടുപോയി അതിൽ അവനെ ട്രേസ് ചെയ്യിച്ചപ്പോ അവൻ എഴുതാൻ തുടങ്ങി. പിന്നെ ആ കുട്ടി എഴുതി, എല്ലാ ലെറ്റേഴ്സും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും എല്ലാരും ചെയ്യണേ എന്ന് എനിക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് ഒരു കുറച്ച് ഐഡിയ കിട്ടിയല്ലോ നമ്മളുടെ ഇനിയുള്ള ക്ലാസ്സസിന്റെ രീതിയും അസൈൻമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നമുക്ക് ആ യൂണിറ്റിലേക്ക് പോവാം. കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് അതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് നമ്മൾ വെൽനസിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തോ? എല്ലാം ഒന്ന് റീഡ് ചെയ്യാൻ സമയം കിട്ടിയോ? വായിച്ചൊക്കെ നോക്കിയോ?
സമയം പോലെ ഒന്ന് വായിച്ചു നോക്കൂ. അത് നമുക്ക് ശരിക്കും നമ്മളുടെ ലൈഫിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ഒരുപക്ഷെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടാവില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. നമ്മുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ മകൻ ജോലിക്ക് പോകുന്നവരും ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്രദർ ജോലിക്ക് പോകുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകുന്നവരുണ്ടാകും. അപ്പൊ അവരാണ് ചിലപ്പോൾ ജോലിക്ക് പോകുന്നത്. അപ്പൊ അവര് കിട്ടുന്ന ആ വരുമാനം കൊണ്ടായിരിക്കാം വീട്ടിലെ ചില കാര്യങ്ങൾ നടന്നു പോകുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ വെൽനെസ് എന്നൊരു സംഭവമുണ്ട്. ചിലപ്പോൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന അവർ നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. പലരുടെയും നീഡ്സ് മനസ്സിലാക്കണം, വീട്ടിലെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും, മെഡിസിൻസ്, ഭക്ഷണം എല്ലാം വരും. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഫീസ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഫീസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവരുടെ വെൽനെസ് വളരെ ഇമ്പോർട്ടന്റ് ആയി. ഈ ഇൻകം ഉള്ള വ്യക്തികളുടെ അവർക്ക് പലപ്പോഴും അവർ ചിലപ്പോൾ സ്ട്രെസ്സിലേക്ക് പോകാം ആവശ്യത്തിന് കാശ് തികയാതെ വരുമ്പോൾ. അപ്പൊ നമുക്ക് എല്ലാവരെയും നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഏതൊക്കെ. പിന്നെ അതുപോലെ പ്രായമായ ആൾക്കാർ എന്തെങ്കിലും അസുഖങ്ങളുമായിട്ട് ഫിസിക്കൽ സ്റ്റേറ്റ് വളരെ വീക്ക് ആണെങ്കിൽ അവരും ചിലപ്പോൾ ഡിപ്രഷനിലേക്കൊക്കെ പോവാം. അങ്ങനെ ഇവിടെ ക്ലൈമറ്റ് മാറുമ്പോൾ ചില വീടുകളിലൊക്കെ വെള്ളം കയറുന്നു, അവർക്ക് പലയിടത്തേക്ക് മാറേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒന്ന് അവരെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. ആ വെൽനെസിനെ പറ്റി ഒന്ന് വായിച്ചു നോക്കും. ഓക്കെ, നെക്സ്റ്റ് കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. എപ്പോഴും ഓർക്കുക, WHO പറയുന്ന ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഫിസിക്കൽ ഹെൽത്ത് വേണം, മെന്റൽ ഹെൽത്ത് വേണം, സോഷ്യലി നമ്മൾ ബീയിങ് ഹാപ്പി വിത്ത് അതർ പീപ്പിൾ, നമ്മൾ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും എല്ലാം അതെല്ലാം കൂടെ വരുന്നതാണ്. അല്ലാണ്ട് അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ കണ്ടന്റ്സ്, ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ്. ഫസ്റ്റ് വൺ പറയുന്നത് സ്ട്രെങ്ത്. സ്ട്രെങ്ത് നമ്മളിത് പറഞ്ഞു പോയി തോന്നുന്നു, എന്നാൽ ഒന്നുകൂടെ പറയാം, ഇത്രയും ഒരു ഗ്യാപ്പ് വന്നില്ലേ. ആ ഒരു സ്ട്രെങ്ത്, എൻഡുറൻസ്, ഈ 2 പോയിന്റ്സ് ആരെങ്കിലും വായിക്കാമോ? അരുല്ലേ? Strength, a health-related component of physical fitness that relates to the capacity of the muscle to exert force. Endurance, a health-related component of physical fitness that relates to the muscle's ability to continue to perform without weakness. സ്ട്രെങ്ത് നമ്മുടെ മസിൽസിന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെ, അതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിപ്പോ ഒരു 10 kg ഒരു റൈസ് ബാഗ് എനിക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റി, എത്ര നേരം എനിക്കത് പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റും, അത് എന്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. ഞാൻ മേ ബി ഒരു 5 minutes പിടിച്ചു കഴിഞ്ഞപ്പോ എന്റെ കൈ കഴിച്ചു, ഞാൻ താഴെ വെച്ചു. അതേസമയം എന്നെ വേറൊരാൾക്ക്, ഇപ്പൊ അശ്വതിക്ക് അതൊരു 10 minutes പിടിക്കാൻ പറ്റും. അപ്പൊ എന്നെക്കാളും സ്ട്രെങ്ത് അശ്വതിക്ക് ഉണ്ടെന്നുള്ള ഒരു ഇതുണ്ടാവും അല്ലെ. അതാണ് അപ്പൊ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് നമ്മളുടെ മസിൽസിനെ എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഡോറ് ഭയങ്കര ടൈറ്റ്, തുറക്കാൻ പറ്റുന്നില്ല, തള്ളിയിട്ടൊന്നും തുറക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ വേറൊരാൾ വന്ന് തള്ളിയപ്പോ അയാളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തപ്പോ അത് തുറന്നു. നമുക്ക് പറ്റിയില്ല, ദാറ്റ് മീൻസ് നമുക്ക് അത്രയും സ്ട്രെങ്ത് ഇല്ല, പക്ഷെ അയാൾക്ക് അത്രയും സ്ട്രെങ്ത് ഉണ്ട്, അതുകൊണ്ട് അത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റി. ഇനി എൻഡുറൻസ്. ഓക്കെ, എൻഡുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ജോലിക്കൊക്കെ ആൾക്കാരെ വെക്കും, അല്ലെങ്കിൽ നമ്മൾ കാണും റോഡിലൊക്കെ നിന്ന് ഇങ്ങനെ മണിക്കൂറുകളോളം പണിയെടുക്കുന്നത്, വെയിലത്തൊക്കെ നിന്നിട്ട് പണിയെടുക്കുന്നത്. അത് വിത്തൗട്ട് വീക്ക്നെസ് നമുക്കൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അതാണ് എൻഡുറൻസ്. ആ ഒരു സ്റ്റാമിന നമ്മൾ പറയില്ലേ, നമ്മുടെ ആ ഒരു പവർ, അതാണ് എൻഡുറൻസ് എന്ന് പറയുന്നത്. ക്ഷീണമില്ലാതെ നമുക്കത് എത്രത്തോളം സമയം കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഈവൻ ഒരു ഡാൻസറെ വെച്ച് നോക്കുവാണെങ്കിലും ചിലരുണ്ട് 5 minutes ഡാൻസ് ചെയ്യുമ്പോഴേക്കും അവരങ്ങ് ക്ഷീണിച്ചു, ചിലർക്ക് 10 minutes, ചിലരിങ്ങനെ റെക്കോർഡ് ഗിന്നസ് റെക്കോർഡിൽ കയറാൻ വേണ്ടി ഇത്ര മണിക്കൂറുകളോളം നിന്ന് ഡാൻസ് ചെയ്തു, അല്ലെങ്കിൽ ഫ്ലൂട്ട് വായിച്ചു എന്നൊക്കെ പറയുമ്പോൾ ന്യൂസ് കേൾക്കാറില്ലേ, തബല പെർഫോം ചെയ്തു എന്നൊക്കെ. ദാറ്റ് ഇസ് ദെയർ സ്റ്റാമിന, എൻഡുറൻസ്. അപ്പൊ നിങ്ങളോട് ഞാനൊരു ടോപ്പിക് വായിക്കാൻ പറയാം. 4 പാരഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരാൾക്ക് ഒരു പാരഗ്രാഫ് വായിച്ചപ്പോഴേക്കും പറ്റുന്നില്ല, ജസ്റ്റ് പാസ് ചെയ്തു അടുത്ത ആളിലേക്ക്. അപ്പൊ അങ്ങനെ ആളുടെ ഒരു സ്റ്റാമിന അതായിരിക്കും, തൊണ്ടയ്ക്ക് എന്തെങ്കിലും അങ്ങ് ടയർഡായി പോയി കാണുമായിരിക്കും. അപ്പൊ നമ്മളുടെ ഒരു സ്റ്റാമിനയാണ് ഒരു ക്ഷീണമില്ലാതെ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ പറ്റുന്നത് വിത്തൗട്ട് വീക്ക്നെസ്. ഇപ്പൊ വീട്ടില് കുക്ക് ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് വിത്തൗട്ട് വീക്ക്നെസ് ഒരു സ്പീഡിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യും.
പിന്നെ ഇത് ഫിസിക്കലായിട്ട് അധ്വാനിക്കുന്ന ആളുകള്, വിറക് വെട്ടും, അവര് വിത്തൗട്ട് വീക്ക്നെസ് ആയിരിക്കാം, അവർ ചിലപ്പോൾ ആ ഒരു ക്ഷീണമില്ലാതെ, ഒരു ക്ഷീണവും ഇല്ല ആ ജോലി ചെയ്യുന്നത്. അത് അവരുടെ മസിൽസിന്റെ ഒരു എബിലിറ്റിയാണ്, ആ ഒരു കപ്പാസിറ്റി ആണ് എൻഡുറൻസ് പറയുന്നത്, സ്റ്റാമിന. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്. അത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Flexibility, a health-related content of physical strength that relates to the range of motion available at a job. Speed, a skill-related component of physical strength that relates to the capacity to perform a movement within a short period of time. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പെട്ടെന്ന് മൂവ് ചെയ്ത് അടുത്ത ആക്ടിവിറ്റി അതിന്റെ കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ മോഷൻ നല്ല ഇതായിട്ട് പോകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ കിച്ചണില് ഗ്യാസില് രണ്ടടുപ്പിലും ഓരോ സാധനങ്ങൾ ഇരിക്കുക. ഒരെണ്ണം ദോശ പരത്തുന്നതാണെന്ന് വിചാരിച്ചു, മറ്റേത് എന്തെങ്കിലും കറിക്ക് കടുക് താളിക്കൂ, അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണെന്ന് വെച്ചു. രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് പ്രോസസ് ആണല്ലേ. ഇതിന് നമ്മുടെ കൈ ഇങ്ങനെ പോകണം, മറ്റേത് നമ്മൾ കറക്റ്റ് കടുക് പൊട്ടുമ്പോൾ ബാക്കി സാധനങ്ങൾ ഇട്ടിട്ട് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ചെയ്യാം. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ അമ്മമാരില് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിൽ തന്നെ പലർക്കും ഉണ്ടാകും. അത് എന്തോ വഴക്കം, അതെ, വഴക്കം, കറക്റ്റ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി. ചില ഡാൻസേഴ്സ് അല്ലെ, അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറുന്നു, അവരുടെ ബോഡിയിലെ മൂവ്മെന്റ്സ് മാറുന്നു, ആ ഒരു ഋതത്തിനനുസരിച്ച്. ഫ്ലെക്സിബിൾ നമ്മൾ പറയുന്നത് ഇപ്പൊ ശോഭനയുടെ ഒക്കെ കേസ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് പറയും ബോഡി. ഡാൻസിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി സ്പീഡ്, ഞാനും പി ടി ഉഷയും കൂടെ നിൽക്കുവാണ് ഓടാൻ. പി ടി ഉഷ വിത്തിൻ ടൈം ആ ഒരു സ്പോട്ടിൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിയിട്ടുണ്ടാവും. ദറ്റ് മീൻസ് അത് അവരുടെ സ്പീഡ് അല്ലെ. ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി, അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഓട്ട മത്സരത്തിന് 3-4 പേര് നിൽക്കുമ്പോൾ ആദ്യം ഒരാൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചെറിയ ടൈം കൊണ്ട്. ഞാൻ ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസ്, കാണാൻ പറ്റും ഇടയ്ക്ക് ഞാനും. ഒന്നും വേണ്ട, സൈൻ ഇൻ ചെയ്യുമ്പോൾ ഡാൻസ് ചെയ്ത് വന്ന് നിങ്ങളെ വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചത്. യെസ്, റെഡിയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വി ക്യാൻ എക്സ്പെക്ട്. സൈൻ ഇൻ അങ്ങനെയാ, നമ്മുടെ ഒരു ബോഡി മൂവ്മെന്റ്സ് മറ്റാരെയും കോപ്പി ചെയ്യാത്ത രീതിയിൽ നമ്മൾക്ക് മാത്രമുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ, ആ ഒരു രീതിയിൽ സൈൻ ഇൻ ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ക്ലാസ്സിനെ വെൽക്കം ചെയ്യും. ആങ്കറിംഗ് ഒക്കെ ചെയ്യില്ലേ, ചില ആങ്കേഴ്സിന്റെ ആങ്കറിംഗ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നില്ലേ? ചിലരൊക്കെ ഒരേ പാറ്റേണിൽ, അതിനേക്കാൾ രസമല്ലേ യുണീക് സ്റ്റൈലിൽ ഒരാൾ ചെയ്യുന്നത്. റിമി ടോമിയൊക്കെ ഭയങ്കരമായിട്ട് ആ ഫുൾ ഓഡിയൻസിനെ, ആ സ്റ്റേജിൽ ഇരിക്കുന്നവരെയൊക്കെ കയ്യിലെടുക്കുന്ന ടൈപ്പ് ഒരു പ്രസന്റേഷൻ ഒക്കെ കാണാറില്ലേ? അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് അതാണ്, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് 2 പോയിന്റ്സും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 2 പോയിന്റ്സ് ആരാ റീഡ് ചെയ്യാം? എജിലിറ്റി ആൻഡ് കോർഡിനേഷൻ. Agility, a skill-related component of physical fitness that relates to the rapidly changing the position of the entire body in space with speed and efficiency. Coordination, a skill-related component of physical fitness that relates to the capacity to use the sense, such as sight and hearing, together with body parts in performing motor tasks evenly and accurately. എജിലിറ്റി, നമ്മളത് ശരിക്കും ഡാൻസേഴ്സിന്റെ കേസ് പറയുമ്പോൾ ഗ്രേസ് എന്ന് പറയില്ലേ, ഭയങ്കര ഗ്രേസ് ആന്ന് പറയില്ലേ, അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. ചിലരിങ്ങനെ ഡാൻസ് പെർഫോം ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഒരാള് പാട്ട് പാടുമ്പോ, വയലിൻ, അങ്ങനെ എന്താണോ പെർഫോം ചെയ്യുന്നത് അതൊരു ഭയങ്കര ഗ്രേസ് ആണെന്ന് പറയില്ലേ. ആ ഒരു ക്വാളിറ്റി, ആ ഒരു കപ്പാസിറ്റി. ഓക്കെ, അതായത് ഇപ്പൊ ഡാൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ സ്പീഡ് അനുസരിച്ച് അവർക്ക് നിന്ന പൊസിഷനിൽ നിന്ന് അവരുടെ ഫുൾ ബോഡി മാറ്റി നല്ല എഫിഷ്യന്റ് ആയിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്നുള്ള മൂവ്മെന്റ്, റാപ്പിഡ്. ഇപ്പൊ മ്യൂസിക് ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ശോഭനയ്ക്കൊക്കെ അങ്ങനെ പറ്റുമായിരിക്കും. സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ഓൾറെഡി
ഡാൻസ് പ്രാക്ടീസ് ചെയ്തൊന്നും വെക്കണ്ട. ഇതാണ് ഒരു മ്യൂസിക് അങ്ങ് ഇടുമ്പോഴേക്കും സ്പോണ്ടേനിയസ് ആയിട്ട് ആ മ്യൂസിക്കിനനുസരിച്ച് അവരുടെ കൈയും കാലും ഫേസും ഒക്കെ മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേഷൻ. നമുക്കറിയാം കുഞ്ഞു കുട്ടികൾ അവർ നടക്കാൻ തുടങ്ങുമ്പോൾ കുറേ പ്രാവശ്യം വീഴും അല്ലെ. വീണ്ടും വീണിടത്തുനിന്ന് അവർ എണീറ്റ് നടക്കും. അവർക്ക് ആ ബോഡിയുടെ ഫുൾ ബോഡി പാർട്സിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അവർ പിന്നെ അങ്ങോട്ട് ആവുക ചെയ്യുന്നത്. അങ്ങനെ നടന്ന് വീണ് നടന്ന് ഓടി വീണ് അവസാനം അവർക്ക് ബാലൻസ്, ബോഡി ബാലൻസ് കിട്ടും. നല്ല ആക്യുറേറ്റ് ആയിട്ട് പിന്നെ അവർ നടക്കും. ആദ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചൊക്കെയാണ് പോകുന്നതെങ്കിൽ പിന്നെ അവർ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നടക്കും. അത് കൊച്ചുകുട്ടികളിൽ സമയമെടുക്കുന്നു. അതേസമയം അനിമൽസ് നോക്കിക്കേ, പശുക്കുട്ടി പ്രസവിച്ച് കിടാവ് വന്നു. വന്ന ഉടനെ തന്നെ ആദ്യം അത് കാലിൽ എണീറ്റ് നിൽക്കാൻ നോക്കും, വീഴും. അപ്പൊ തന്നെ വീണ്ടും എണീറ്റ് നിൽക്കും. അങ്ങനെ 1-2 വീഴ്ച കഴിയുമ്പോഴേക്കും സ്റ്റഡി ആകും. പിന്നെ വേച്ച് ഇങ്ങനെ പോകും. പിന്നെ ഓട്ടമാവും. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് അവരുടെ മൂവ്മെന്റ് വരും അല്ലെ. സോ കോർഡിനേഷൻ. ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. കോർഡിനേഷൻ നമുക്ക് ഇത് ക്ലാസിക്കൽ ഡാൻസിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ ഹാൻഡ്, ഐ, ബോഡി, ബ്രെയിൻ കോർഡിനേഷൻ ആണ് ശരിക്കും ഡാൻസിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ശരിക്കും ഹാൻഡ് ആൻഡ് ബോഡി ആയി കോർഡിനേഷൻ വരുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുന്നാണ് പറയുന്നത്. അത് അക്കാദമിക്സിൽ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഡാൻസിന് കുട്ടികളെ ചേർത്ത് കഴിഞ്ഞാൽ. കാരണം അവർ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അവരുടെ ബോഡി മൂവ്മെന്റ്സും കൈയുടെ മൂവ്മെന്റ്സും കണ്ണും ബ്രെയിനും എല്ലാം ഒരുമിച്ച് കോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റിയാണ് നമുക്ക് സെൻസ് ചെയ്യാൻ. നമുക്ക് യെസ് അതാണ്. അതിപ്പോ പെട്ടെന്ന് മുന്നിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ട്, നമ്മൾ ഓടി വരുവാണ്, അത് കാണുമ്പോൾ അതിനെ ക്രോസ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ തട്ടിയാൽ നമ്മൾ വീഴും. ആ ഒരു സെൻസ് നമ്മൾ കിട്ടുമ്പോൾ എന്താ, നമ്മൾ നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ് അതിനനുസരിച്ച് മാറ്റും. നമുക്കത് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. എവിടെയെങ്കിലും ഒന്ന് തെന്നി വീഴാൻ പോകുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ലേ, അതൊക്കെ തന്നെയാണ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മോട്ടോർ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ്സ്. മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ്, നമ്മൾ മസിൽസ് മൂവ് ചെയ്യില്ലേ, നമുക്ക് ലാർജ് മസിൽസും ഉണ്ട് സ്മോൾ മസിൽസും ഉണ്ട്. ഈ മസിൽസിന്റെ മൂവ്മെന്റ് നമുക്ക് ഈവൻ ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം നല്ല നമ്മുടെ ഫിസിക് കറക്റ്റ് ആവുന്നത്, നമ്മുടെ നടത്തം നല്ല രീതിയിലാവുന്നത് അല്ലെ. നടക്കുന്നത് ഒക്കെ ഒരു സ്റ്റൈലുണ്ട്, ഓടുന്നത് അതിനൊക്കെ ഒരു ഋതവും ഒരു രീതികളും ഉണ്ടല്ലോ. അതൊക്കെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? Yes, ma'am. Hi everyone. I am Rashmi Rajan. I am so happy to sign out today's class. Today we start with Disha ma'am, prayer, sign in and thought of the day. Firstly, I give a prayer to God. Please save and recover our ma'am from kidney stone issues and from its severe pain. Today, ma'am give a good class about our mental motivation and mental happiness, a good awareness about our assignment works and how it is useful to develop our knowledge, then about our syllabus, activities and practical works. Then ma'am take the lessons of contents of physical fitness. Dear ma'am, it's a great job to help us learn and understand the lessons. I am so thankful to you on your dedication and patience. Thank you all of my friends. Have a nice day too. Thank you. Bye. Thank you, ma'am. Thank you, ma'am. Take care. Thank you, ma'am. Thank you, ma'am.